നമസ്കാരം. ഞാനിപ്പോൾ ട്രിവാൻഡ്രം പട്ടം ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കത്തുള്ളൂ. നമ്മുടെ റോഡ് നോക്കിക്കേ, എന്ത് മോശം അവസ്ഥയിലാണ് ഉള്ളത്. പിന്നെ ട്രാഫിക് ബ്ലോക്കും, ഒന്നിനും ഒരു കുറവുമില്ല. ഈ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ലോകത്തുള്ള എന്ത് സംഭവം നമുക്ക് നിസ്സാരമായിട്ടേ തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ലോകത്ത് എവിടെ ചെന്നാലും വിജയിക്കുന്നത്. ഇപ്പോൾ ചന്ദ്രനിൽ വരെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഡെയിലി ഈ നമ്മുടെ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു AI ക്യാമറ കാണാം. AI ക്യാമറ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ട്രാഫിക് സിഗ്നലും ആ ഒരു റൂൾസും റെഗുലേഷൻസും ഒക്കെ പാലിച്ചിട്ടുണ്ടോ, അതിൻ്റെ അകത്തുനിന്ന് വ്യതിയാനം വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്കിംഗ് ആയിട്ടുള്ളൊരു ടൈമറില്ല. ആ ടൈമർ ഇല്ലാത്തത് കാരണം ആ AI ക്യാമറ പിടിക്കുമെന്നുള്ള പേടി കാരണം ഒരുപാട് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ AI ക്യാമറ വിത്ത് വർക്കിംഗ് ആയിട്ടുള്ള ടൈമർ വന്നിട്ട് മാത്രമേ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു MVD പെനാൽറ്റി ഈടാക്കാവൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. വർക്കിംഗ് ആയിട്ടുള്ള ടൈമർ ഇല്ലാത്തത് കാരണം ആൾക്കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. പിന്നെ ഫുട്പാത്തിൻ്റെ കാര്യവും പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതും വളരെ ശോചനീയ അവസ്ഥയിലാണ്. ഈ ഫുട്പാത്തിൽ കൂടെ നടക്കാനും അതുപോലെ വീൽ ചെയർ ആക്സസ് ആയിട്ടുള്ള സ്ഥലത്തു കൂടെ വീൽ ചെയർ കൊണ്ടുപോകാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്.